ആമസോൺ നദി ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന 67 ലക്ഷം സ്ക്വയർ കിലോമീറ്ററോളം വിസ്തൃതിയുള്ള ആമസോൺ മഴക്കാടുകൾക്കുള്ളിലൂടെ 6400 കിലോമീറ്ററിലും കൂടുതൽ ദൂരമൊഴുകുന്ന വലിയ നദി. ഒഴുകുന്ന ജലത്തിൻ്റെ അളവനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ നദി. ആമസോൺ മഴക്കാടുകളെ ഇതുപോലെ തന്നെ നിലനിർത്തുന്നത് ഇന്ത്യയുടെ ഇരട്ടിയിൽ കൂടുതൽ വലിപ്പമുള്ള ഏകദേശം 75 ദശലക്ഷം സ്ക്വയർ കിലോമീറ്ററോളം വലിപ്പമുള്ള ഈ ആമസോൺ നദീതടമാണ്. അനാക്കോണ്ടകളും ഭീകര പിരാനകളും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇലക്ട്രിക് ഈലുകളും ഡോൾഫിനുകളും അക്രമകാരികളായ ചീങ്കണ്ണികളും മുതലകളും ബ്ലാക്ക് കേമിനുകളും എല്ലാം അധിവസിക്കുന്ന ഭീകരവും വിചിത്രവുമായ ആമസോൺ നദീതടം. ഇന്ന് നമ്മൾ പോകുന്നത് ഈ ആമസോൺ നദീതടത്തിലേക്കാണ്. തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ സ്ഥിതി ചെയ്യുന്ന ആമസോൺ മഴക്കാടുകൾക്കുള്ളിലൂടെ ഒഴുകുന്ന ജലത്തിൻ്റെ അളവിൽ ലോകത്തിലെ ഏറ്റവും വലിപ്പം കൂടിയ നദിയാണ് ആമസോൺ നദി. ഒഴുകുന്ന ജലത്തിൻ്റെ അളവനുസരിച്ച് ആമസോൺ നദിക്ക് ശേഷം വരുന്ന ആഫ്രിക്കയിലെ നൈൽ, ഇന്ത്യയിലെ ഗംഗ, സെൻട്രൽ ആഫ്രിക്കയിലെ കോങ്കോ, ചൈനയിലെ യാങ്സെ യെല്ലോ, റഷ്യയിലെ ലെന, സൗത്ത് അമേരിക്കയിലെ പരാന, നോർത്ത് അമേരിക്കയിലെ മിസിസിപ്പി, സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ മേക്കോങ് എന്നീ ലോകത്തിലെ ഏറ്റവും വലിപ്പം കൂടിയ 10 നദികളിലൂടെ ഒഴുകുന്ന ജലം ഒരുമിച്ച് ചേർത്താലും ആമസോൺ നദിയിലൂടെ ഒഴുകുന്ന ജലത്തിൻ്റെ അത്രയും വരില്ല. അത്രമാത്രം ജലമാണ് ആമസോണിലൂടെ ഒഴുകുന്നത്. ലോകത്തിലെ മുഴുവൻ നദികളിലെയും ജലത്തിൻ്റെ അളവ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ 20% കൂടുതൽ ജലവും ആമസോൺ നദിയിലൂടെയാണ് ഒഴുകുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ തണ്ണീർത്തട വ്യവസ്ഥയുള്ളതും ആമസോണിലാണ്. ഇത് ഏകദേശം ലോകത്തിലെ മൊത്തം നദിയൊഴുക്കിൻ്റെ 1/5 വരും. ആമസോണിൻ്റെ ഭീകര വലിപ്പം കാരണം അതിനുള്ളിലൂടെ ഒഴുകുന്ന ഈ നദിയെ കടൽ നദി എന്നാണ് സാധാരണ വിളിക്കുന്നത്. ഭൂരിഭാഗം അളവുകളും അനുസരിച്ച് ആമസോൺ തന്നെയാണ് നദികളിൽ മുൻപിൽ നിൽക്കുന്നത്. എങ്കിലും നീളത്തിൻ്റെ കാര്യത്തിൽ മാത്രം ആഫ്രിക്കയിലെ നൈൽ നദിക്ക് ശേഷം 2ാം സ്ഥാനമാണ് ആമസോണിന്. എന്നാൽ ചില ശാസ്ത്രജ്ഞന്മാർ, പ്രത്യേകിച്ച് ബ്രസീലിൽ നിന്നുള്ളവർ, ആമസോൺ തന്നെയാണ് ഏറ്റവും നീളം കൂടിയ നദി എന്നാണ് അഭിപ്രായപ്പെടുന്നത്. ആമസോൺ മഴക്കാടുകളിൽ മറ്റു പ്രദേശങ്ങളിലെ പോലെ വ്യത്യസ്ത കാലാവസ്ഥകൾ അനുഭവപ്പെടുന്നില്ല. പ്രധാനമായും 6 മാസക്കാലത്തോളം നീണ്ടു നിൽക്കുന്ന 2 കാലാവസ്ഥകൾ മാത്രമേ ഉള്ളൂ. മഴ പെയ്തുകൊണ്ടേയിരിക്കുന്ന വരണ്ട കാലവും പെരുമഴ പെയ്യുന്ന മഴക്കാലവും. ഈ 2 സമയത്തും ആമസോൺ നദിയുടെ വലിപ്പത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. അതായത് സാധാരണ മഴക്കാലത്ത് ആമസോൺ നദിക്ക് 1,10,000 സ്ക്വയർ കിലോമീറ്ററോളമായിരിക്കും വലിപ്പം. എന്നാൽ പെരുമഴ പെയ്യുന്ന മഴക്കാലത്ത് 3,50,000 സ്ക്വയർ കിലോമീറ്ററോളം വലിപ്പം വരും. ഈ സമയത്തെ നദിയുടെ വീതി 40 കിലോമീറ്ററോളം വരെയാകും. സാധാരണഗതിയിൽ ആമസോൺ നദിയിൽ നിന്നും 20 കോടി ലിറ്റർ ജലമാണ് ഓരോ സെക്കൻഡിലും അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിലേക്ക് ഒഴുകിയെത്തുന്നത്. എന്നാൽ പെരുമഴ പെയ്യുന്ന സമയത്ത് ആമസോൺ നദിയിൽ നിന്നും 30 കോടി ലിറ്ററിലും കൂടുതൽ ജലമാണ് ഓരോ സെക്കൻഡിലും അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിലേക്ക് എത്തുന്നത്. ലോകത്ത് സമുദ്രത്തിലേക്ക് ഒഴുകിയെത്തുന്ന ശുദ്ധജലത്തിൻ്റെ 1/5 ആമസോണിൽ നിന്ന് മാത്രമാണ്. ആമസോൺ സമുദ്രത്തിൽ എത്തിച്ചേരുന്ന ഭാഗത്ത് കര കാണാനാവാത്ത അത്രത്തോളം ദൂരത്തിൽ നിന്ന് പോലും കുടിക്കാനാവശ്യമായ ശുദ്ധജലം നമുക്ക് ലഭിക്കും. സമുദ്രജലത്തിൻ്റെ ലവണാംശം താഴ്ന്ന നിലയിലാകുവാൻ ഇതിൽ നിന്നുള്ള ശുദ്ധജലത്തിൻ്റെ ഒഴുക്ക് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. 6400 കിലോമീറ്ററിലും കൂടുതൽ ദൂരത്തേക്ക് ഒഴുകുന്ന ആമസോൺ നദിയുടെ നീളത്തെക്കുറിച്ച് നമുക്കൊരു ധാരണ ലഭിച്ചു. നമ്മെ അതിശയിപ്പിക്കുന്ന ഈ നീളത്തെപ്പോലെ തന്നെയാണ് നദിയുടെ വീതി. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി നൈൽ ആണെന്നാണ് ഭൂരിഭാഗം ആളുകൾ അഭിപ്രായപ്പെടുന്നത്. എങ്കിലും ലോകത്തിലെ ഏറ്റവും വീതി കൂടിയ നദി ഏത് എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ: ആമസോൺ നദി. ആമസോണിൻ്റെ പ്രധാന തടത്തിൻ്റെ ഏറ്റവും വലിപ്പം കൂടിയ ഭാഗത്തിന് 60 കിലോമീറ്ററോളം വീതിയുണ്ട്. ബ്രസീലിലാണ് ഏറ്റവും വീതി കൂടിയ ഭാഗം സ്ഥിതി ചെയ്യുന്നത്. മാത്രമല്ല, ആമസോൺ നദി സമുദ്രത്തിൽ എത്തിച്ചേരുന്ന വായുഭാഗത്തിന് മാത്രം 350 കിലോമീറ്റർ വരെ വീതിയുണ്ട്. ആമസോണിൻ്റെ ഭീകര വലിപ്പവും വീതിയും മാത്രമല്ല, ആമസോൺ നദിക്ക് ഒരുപാട് ആഴവുമുണ്ട്. ആമസോണിൻ്റെ ശരാശരി ആഴം 20 മുതൽ 50 മീറ്റർ വരെയാണ്. എന്നാൽ 100 മീറ്റർ വരെ ആഴമുള്ള പ്രദേശവും ആമസോൺ നദിക്കുള്ളിലുണ്ട്.
1 മുതൽ 6 മൈൽ വരെ വീതി വരുന്ന പ്രധാന ശാഖയിൽ കൂടെ വലിയ ജലനൗകകൾക്ക് മാനുസ് വരെ സഞ്ചരിക്കാൻ സാധിക്കും. അതായത് അഴിമുഖത്ത് നിന്നും 1500 കിലോമീറ്റർ ഉള്ളിലേക്ക്. 3000 മുതൽ 9000 ടൺ ഭാരവും 5.5 മീറ്ററോളം വലിപ്പവുമുള്ള ചെറിയ നൗകകൾക്ക് പെറുവിലെ ഇക്വിറ്റോസ് വരെ പ്രവേശിക്കുവാൻ സാധിക്കും. അതായത് സമുദ്രത്തിൽ നിന്നും 3600 കിലോമീറ്റർ ദൂരെ വരെ. ഇതിനേക്കാളും ചെറിയ ബോട്ടുകൾക്ക് ഈ പ്രദേശത്തുകൂടെ ധാരാളം കിലോമീറ്ററുകൾ ദൂരം സഞ്ചരിക്കാൻ സാധിക്കും. ഇത്രത്തോളം വലിപ്പം കൂടിയ ഈ ആമസോൺ നദിക്ക് കുറുകെ ഒരേ ഒരു പാലം മാത്രമേ നമുക്ക് കാണുവാൻ സാധിക്കൂ. ബ്രസീലിലെ മാനോസ് ടൗണിനെയും ഇറൻദുബ നഗരത്തെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഏകദേശം 3.5 കിലോമീറ്ററിലും കൂടുതൽ നീളമുള്ള റിയോ നെഗ്രോ എന്ന വലിയ പാലം. ആമസോൺ നദിക്ക് കുറുകെ പാലം നിർമ്മിച്ചുകൊണ്ട് യാത്ര ചെയ്യുവാൻ സാധിക്കുന്ന അത്രത്തോളം ജനസാന്ദ്രത ഈ പ്രദേശങ്ങളിൽ മാത്രമേ ഉള്ളൂ. എത്രമാത്രം വലിപ്പമുള്ള നദിയാണ് ആമസോൺ മഴക്കാടുകൾക്കുള്ളിലൂടെ ഒഴുകുന്നത് അല്ലേ? ഈ ആമസോൺ നദി എവിടെ നിന്നുമായിരിക്കും ഉത്ഭവിക്കുന്നത്? ആമസോണിൻ്റെ ആദ്യഘട്ടത്തിൽ പെറുവിലും ഇക്കഡോറിലുമായി ഏതാനും പ്രധാനപ്പെട്ട നദീവ്യവസ്ഥകളുണ്ട്. അതിൽ ചിലത് മറണോണിലേക്കും മറ്റു ചിലത് നേരിട്ട് ആമസോണിലേക്കും ഒഴുകുന്നു. ഇവ മൊറോണ, പാസ്താസ, നുക്കുറായി, ഉറുത്തിയാക്കു, ചാമ്പിയ, ടൈഗർ, നാനായി, നാപ്പോ, ഹല്വഗ, ഉകയാലി എന്നിവയാണ്. വർഷങ്ങളോളമായി ആമസോണിൻ്റെ ഉത്ഭവമായി കാണപ്പെടുന്ന മറണോണ ഉത്ഭവിക്കുന്നത് മധ്യപ്പെറുവിലെ ലോറിക്കോഷ തടാകത്തിന് മുകളിലുള്ള ആൻഡീസ് പർവ്വതനിരകളിലെ നെവേദോ ഡി യറൂപ്പ എന്നറിയപ്പെടുന്ന ഹിമപാളികളിൽ നിന്നുമാണ്. വെള്ളച്ചാട്ടത്തിലൂടെയും നേർത്ത പാതകളിലൂടെയുമായി പോങ്കോകൾ എന്ന് വിളിക്കുന്ന കൊടും വനത്തിലൂടെ പെറുവിൻ്റെ പശ്ചിമ മധ്യഭാഗത്തു നിന്ന് ഏറ്റവും വടക്കുഭാഗം വരെ ഒഴുകുന്നു. ശേഷം നോട്ട പട്ടണത്തിന് തൊട്ടു മുമ്പായി ഉകയാലി നദിയുമായി കൂടിച്ചേർന്ന് ആമസോൺ നദി രൂപം കൊള്ളുന്നു. ആമസോൺ നദി ആൻഡീസ് പർവ്വതനിരകളിൽ നിന്നും ഉത്ഭവിച്ച് അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിലേക്കാണ് ഒഴുകുന്നത് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതായത് വെസ്റ്റിൽ നിന്നും ഈസ്റ്റിലേക്ക് ഒഴുകുന്നു. എന്നാൽ 14 കോടി വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇങ്ങനെയായിരുന്നില്ല. അന്ന് ഈ ഭൂഖണ്ഡങ്ങളെല്ലാം കൂടിച്ചേർന്ന് ഒറ്റ ഭൂഖണ്ഡമായിരുന്നു. അപ്പോൾ നദികളെല്ലാം ഒഴുകിയിരുന്നത് ആഫ്രിക്കയിൽ നിന്നും പസഫിക് സമുദ്രത്തിലേക്കായിരുന്നു. അതായത് ഈസ്റ്റിൽ നിന്നും വെസ്റ്റിലേക്ക്. പിന്നീട് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം ഏകദേശം 1.5 കോടി വർഷങ്ങൾക്ക് മുമ്പ് ശിലാഫലകങ്ങളുടെ കൂട്ടിടി മൂലം ആൻഡീസ് പർവ്വതനിരകൾ രൂപം കൊണ്ടു. ഇതിൻ്റെ ഫലമായി അടുത്ത 50 ലക്ഷം വർഷക്കാലത്തോളം ജലം മുഴുവൻ പസഫിക്കിലേക്ക് ഒഴുകാതെ ആമസോണിൽ തന്നെ വലിയ ജലാശയമായി നിലനിന്നു. പിന്നീട് 1 കോടി വർഷങ്ങൾക്ക് മുമ്പ് ആൻഡീസ് പർവ്വതങ്ങളിൽ നിന്നും വലിയ രീതിയിൽ ജലമൊഴുകാൻ തുടങ്ങി. ആ ജലത്തിൻ്റെ ഒഴുക്കുമൂലം കെട്ടിക്കിടന്ന ജലം മുഴുവൻ അതേ ദിശയിൽ ഒഴുകി. അങ്ങനെയാണ് ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പോലെ ഈ ആമസോൺ നദി ഒഴുകാൻ തുടങ്ങിയത്. ആമസോൺ നദിക്ക് ആകെ 1100-ലധികം പോഷക നദികളുണ്ട്. ഇവയിൽ 12 എണ്ണത്തിനും 1500 കിലോമീറ്ററിലും കൂടുതൽ നീളമുണ്ട്. റിയോ നീഗ്രോ എന്ന ഇരുണ്ട നദിയാണ് ഈ 1100 പോഷക നദികളിൽ വെച്ച് ഏറ്റവും വലിയ നദി. ആമസോൺ നദിയിലെ മുഴുവൻ ജലത്തിൻ്റെ 20% കൂടുതൽ ഉൾക്കൊള്ളുന്നത് ഈ ഒരൊറ്റ പോഷക നദിക്കുള്ളിലാണ്. മഡീറ എന്ന സ്വർണ്ണ നിറത്തോടു കൂടിയ നദിയാണ് മറ്റൊരു വലിയ പോഷക നദി. വ്യത്യസ്ത നിറങ്ങളോടുകൂടിയ ഈ 2 നദികളും മനേസെ എന്ന പ്രദേശത്താണ് പരസ്പരം കൂടിച്ചേരുന്നത്. ആമസോൺ അറ്റ്ലാന്റിക് മഹാസമുദ്രവുമായി സന്ധിക്കുന്ന ഭാഗത്തിന് ഏകദേശം 350 കിലോമീറ്ററോളം വീതിയുണ്ട് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ക്യാമ്പോഡോ നോർത്തെ മുതൽ പ്യൂഡോ പത്തിച്ചോക്ക വരെയുള്ള അളവാണിത്. പക്ഷേ ഇതിൽ പാരാ നദിയുടെ 60 കിലോമീറ്റർ സമുദ്രഭാഗത്തുള്ള വായുഭാഗം കൂടെ ഉൾക്കൊള്ളുന്നുണ്ട്. ഈ ഭാഗം ടോക്കാൻഡീസിൻ്റെ താഴ്ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇതുപോലെ ആമസോണിലുള്ള മറാജോ ദ്വീപിൻ്റെ സമുദ്രാഭിമുഖ ഭാഗം കൂടെ ഇതിൽ ഉൾക്കൊള്ളുന്നു. ഇതൊക്കെ പ്രകാരം ആമസോണിൻ്റെ അഴിമുഖം ഇംഗ്ലണ്ടിലെ തേംസിൻ്റെ നീളത്തേക്കാൾ കൂടുതലാണ്. ലോകത്തുള്ള ജൈവ സ്പീഷീസുകളിൽ 1/3 കൂടുതലും ആമസോൺ ഉഷ്ണമേഖലാ മഴക്കാടുകളിലാണ് കാണപ്പെടുന്നത്. വളരെ വിശാലമായ ഉഷ്ണമേഖലാ വനവും നദീതട വ്യവസ്ഥയും 5.4 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ലോകത്തിലെ ഏറ്റവും ജൈവസമ്പുഷ്ടമായ മേഖലയാണ്. ഇതുവരെ തിരിച്ചറിഞ്ഞ 3000-ലും കൂടുതൽ വ്യത്യസ്ത സ്പീഷീസുകളിലുള്ള മത്സ്യങ്ങൾ ആമസോൺ നദിയിലുണ്ട്. തിരിച്ചറിയുന്നവയുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ആമസോൺ നദി ബോട്ടോ, ബ്യൂഫിയോ, പിങ്ക് റിവർ ഡോൾഫിൻ എന്നെല്ലാം അറിയപ്പെടുന്ന
തെക്കേ അമേരിക്കയിൽ മാത്രം കാണപ്പെടുന്ന ഡോൾഫിനുകളുടെ ആവാസ മേഖലയാണ്. ആമസോൺ നദിയിൽ മാത്രം ജീവിക്കുന്ന വളരെ സുന്ദരമായ ഡോൾഫിനുകളാണിവ. ഇവയ്ക്ക് 2.6 മീറ്റർ വരെ നീളം വയ്ക്കും. ഈ പിങ്ക് ഡോൾഫിനുകൾക്ക് മനുഷ്യന്മാരായി മാറാനുള്ള കഴിവുണ്ടെന്ന് ബ്രസീലിയൻ പഴങ്കഥകളിൽ പറയാറുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും ഭീകര മത്സ്യങ്ങളായ പിരാനകൾ കാണപ്പെടുന്നതും ആമസോൺ നദിക്കുള്ളിലാണ്. 20 വ്യത്യസ്ത സ്പീഷീസുകളിലുള്ള പിരാനകളാണ് ആമസോൺ നദിയിലുള്ളത്. ഇവയിൽ ഏറ്റവും അക്രമകാരികൾ 60 സെൻറ്റിമീറ്ററോളം നീളമുള്ള റെഡ് പിരാനകളാണ്. ആക്രമിക്കാൻ സാധിക്കുന്ന വിധത്തിൽ കൂർത്ത പല്ലുകളും കട്ടിയുള്ള കീഴ്ത്താടിയുമാണ് ഇവയുടെ പ്രത്യേകതകൾ. ഇവർ വസിക്കുന്ന നദീപ്രദേശത്തിറങ്ങുന്ന ചെറുതും വലുതുമായ ജീവജാലങ്ങളെയെല്ലാം ഇവർ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ആക്രമിച്ച് കീഴടക്കും. ആമസോണിലെ ശുദ്ധജലത്തിൽ ജീവിക്കുന്ന പ്രത്യേക ഇനത്തിൽപ്പെട്ട മത്സ്യങ്ങളാണ് ഇലക്ട്രിക് ഈലുകൾ. ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി ഉപയോഗിച്ച് ശത്രുക്കളെ ഓടിച്ചും ഇരകളെ പിടിച്ചുമാണ് ഇവ ജീവിക്കുന്നത്. ശത്രുക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മുതലകളെ പോലും ഇവർ വൈദ്യുതാഘാതമേൽപ്പിച്ച് ഓടിക്കാറുണ്ട്. സമുദ്രത്തിൽ നിന്നും 4000 കിലോമീറ്റർ ഉള്ളിലുള്ള പെറുവിലെ ഇക്വറ്റോസിൽ കണ്ടുവരുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള സ്രാവാണ് ബുൾഷ്രാങ്ക് അഥവാ കാളസ്രാവ്. അരാപെയ്മ അഥവാ പിരാറുകൾ എന്നത് തെക്കേ അമേരിക്കയിൽ മാത്രം കാണപ്പെടുന്ന ഉഷ്ണമേഖല ശുദ്ധജല മത്സ്യമാണ്. 100 മീറ്റർ വരെ നീളവും 200 കിലോഗ്രാം വരെ ഭാരവുമുള്ള ഇവ ഏറ്റവും വലിയ ശുദ്ധജല മത്സ്യങ്ങളിൽ ഒന്നാണ്. ആമസോണിൽ കാണപ്പെടുന്ന മറ്റൊരു ശുദ്ധജല മത്സ്യമാണ് അറോവാന. 120 സെൻറ്റിമീറ്റർ മാത്രം വലിപ്പമുള്ള ചെറിയ ഇരപിടിയൻ മത്സ്യങ്ങളാണിവ. ആമസോൺ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പായ ഗ്രീൻ അനാക്കോണ്ടകളാണ്. ഇവ ലോകത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ആമസോൺ നദീതടത്തിലാണ്. നാസ യന്ത്രങ്ങൾ മാത്രം വെളിയിലാക്കി വെള്ളത്തിനുള്ളിലാണ് ഇവ കൂടുതൽ സമയവും ചിലവഴിക്കുന്നത്. പൂർണ്ണ വളർച്ചയെത്തിയ ഒരു അനാക്കോണ്ടയുടെ നീളം 18 അടിയിൽ കൂടുതൽ വരും. ചെറിയ മീനുകളെയും മാനുകളെയും ചീങ്കണ്ണികളെയും ചെറിയ ജാഗുവറുകളെ പോലും പിടികൂടുന്ന ഇവർ ഇരകളെ വരിഞ്ഞു മുറുക്കി കൊന്ന ശേഷം പൂർണ്ണമായും വിഴുങ്ങിയാണ് വിശപ്പടക്കുന്നത്. ഇവയെ കൂടാതെ ഈ നദിക്കുള്ളിൽ ഭീകരന്മാരായ ചീങ്കണ്ണികളും മുതലകളുമുണ്ട്. ഇവയ്ക്കൊപ്പം മുതലകളും ചീങ്കണ്ണികളും അല്ലാതെ ഇവരോട് ഒരുപാട് സാമ്യമുള്ള ഇരപിടിയനായ മറ്റൊരു ഭീകര ജീവിയുണ്ട്. 13 അടിയോളം നീളമുള്ള ബ്ലാക്ക് കെയ്മൻ. തങ്ങളുടെ പരിധിയിൽ വരുന്ന എന്തിനേയും അവർ ആക്രമിച്ച് കീഴടക്കും. അനാക്കോണ്ടകളും ജാഗ്വറുകളുമാണ് ഇവയുടെ പേടി സ്വപ്നം. ഈ ഭീകരന്മാർക്ക് പുറമെ ആയിരക്കണക്കിന് ഇനങ്ങളിൽപ്പെട്ട വ്യത്യസ്തങ്ങളായ മത്സ്യങ്ങൾ, ഞണ്ടുകൾ, ആൽഗകൾ, ആമകൾ ഇവയെല്ലാം ഈ ജലാശയത്തിൽ അധിവസിക്കുന്നുണ്ട്. അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിൽ സംഭവിക്കുന്ന വേലിയേറ്റങ്ങളെല്ലാം ആമസോൺ നദിയിലും പ്രതിഫലിക്കാറുണ്ട്. ഇതിൻ്റെ ഫലമായി ആമസോൺ നദിയുടെ സമുദ്രത്തോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്തു നിന്നും ഒരുപാട് ഉള്ളിലേക്ക് മാറി കടലിൽ എന്ന പോലെ തിരമാലകൾ രൂപം കൊള്ളാറുണ്ട്. എന്തെല്ലാം അത്ഭുതങ്ങളാണ് ആമസോൺ നദീതടത്തിൽ മറഞ്ഞിരിക്കുന്നത് അല്ലേ? ആമസോൺ നദീതടത്തെക്കുറിച്ചുള്ള ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുകൾ കൂടെ ഉണ്ടാകണം. നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.